രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പെടുത്തിട്ടില്ലാത്ത ക്ഷീണമാണ് പലർക്കും നോമ്പ് തുറന്നാലുണ്ടാവുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറയണ്ടല്ലോ. നമ്മൾ നോമ്പ് തുറക്കാനായി ഒരുക്കുന്ന ധാരാളം വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ്. റിഫൈൻഡ് ഷുഗർ അടങ്ങിയിട്ടുള്ള ജ്യൂസുകളും ഹൈ പ്രോസസ്ഡ് ആയിട്ടുള്ള പൊരിച്ചതും വറുത്തതുമായ എണ്ണ പലഹാരങ്ങളും അതിനുശേഷം ഫുഡായിട്ട് ബിരിയാണിയും മന്തിയും ഇറച്ചിയും പൊറാട്ടയും ഒക്കെ. ഇതൊന്നും വേണ്ട എന്നല്ല കേട്ടോ. ഇതൊക്കെ കഴിക്കേണ്ട രീതിയും അതിൻ്റെ അളവും ഒന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ ആത്മീയപരമായും ആരോഗ്യകരമായും ഏറെ ഗുണങ്ങളുള്ള നോമ്പ് കൃത്യമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതിനായി സാധാരണയായി നമ്മുടെ നാടുകളിലുള്ള ഭക്ഷണങ്ങൾ വെച്ച് ഒരു നോമ്പ് തുറ ഡയറ്റ് പ്ലാൻ ആവാം ഇന്നത്തെ വീഡിയോ. തിരുസുന്നത്ത് പ്രകാരം ഈത്തപ്പഴം കൊണ്ടും വെള്ളം കൊണ്ടുമാണ് നോമ്പ് തുറക്കേണ്ടത്. ഇത് അത്രയും നേരം ക്ഷീണിച്ചിരിക്കുന്ന നമ്മുടെ തലച്ചോറിന് ആവശ്യമായ ഗ്ലൂക്കോസ് നൽകുകയും ചെയ്യുന്നു. ഇനി മുതലാണ് വീഡിയോ തുടങ്ങുന്നത്. തുടർന്ന് നമ്മൾ കഴിക്കാൻ ഒരുങ്ങുന്നത് ഫ്രൂട്ട്സും ജ്യൂസും പലഹാരങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നേരത്തെ കഴിച്ച ഈത്തപ്പഴത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ശേഷം നിസ്കരിക്കാനോ മറ്റോ ആയി ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ഗോൾഡൻ ഗ്യാപ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കാം. കാരണം ഇത് നമ്മുടെ തലച്ചോറിനെ ആക്റ്റീവ് ആക്കുകയും നമ്മുടെ ആമാശയത്തിൽ വേണ്ട ദഹനരസങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുകയും കൂടുതൽ കഴിക്കാനായി നമ്മൾ തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഉപകാരപ്പെടും. ഇനി നമുക്ക് ഫ്രൂട്ട്സിലോട്ട് വരാം. ഒരു ബൗൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതും ആരോഗ്യകരവുമാണ്. പക്ഷെ ജ്യൂസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. പഴങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനേക്കാൾ നല്ലത് ചവച്ചരച്ച് കഴിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള ഫൈബർ കണ്ടന്റുകൾ കൃത്യമായി നമുക്ക് ലഭിക്കും. ഈ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ അമിതമായ തണുപ്പില്ലാതെ സാധാരണ അന്തരീക്ഷ താപനിലയിൽ തന്നെ ഒരുക്കുന്നതായിരിക്കും ഉചിതം. എന്നാൽ ജ്യൂസിലെ പ്രധാന വില്ലൻ ഇതൊന്നും അല്ല കേട്ടോ. അത് നമ്മൾ ചേർക്കുന്ന റിഫൈൻഡ് ഷുഗർ ആണ്. നമ്മളിൽ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും നമ്മളെ കൂടുതൽ ക്ഷീണിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല ഷുഗർ രോഗികളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ പ്രയാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സെൻസിറ്റീവായ സമയങ്ങളിൽ ഷുഗർ പാടെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി പലഹാരങ്ങളിലേക്ക് വരുമ്പോൾ ആവിയിൽ വേവിച്ചതും ലോ പ്രോസസ്ഡുമായിട്ടുള്ള പലഹാരങ്ങളാണ് വേണ്ടത്. ഇത് താരതമ്യേന ദഹിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഹൈ പ്രോസസ്ഡ് ആയിട്ടുള്ള പൊരിച്ചതും വറുത്തതുമായ എണ്ണ പലഹാരങ്ങളെ നമ്മുടെ ദഹനം മന്ദഗതിയിലാക്കുകയും നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ കൂട്ടുകയും നല്ല കൊളസ്ട്രോൾ കുറക്കുകയും ഹൃദ്രോഗങ്ങൾക്ക് വരെ കാരണമാകുമെന്നുള്ളതാണ്. പരമാവധി അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി കുടിച്ച് നമ്മുടെ മെയിൻ ഫുഡിന് മുമ്പ് ഒരു ബ്രേക്കും കൂടി എടുക്കാം. അങ്ങനെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഇശാവിൻ്റെ സമയത്തോട് അടുപ്പിച്ച് നമ്മുടെ മെയിൻ ഫുഡായ പത്തിരിയോ ചപ്പാത്തിയോ ദോശയോ ഇഡലിയോ പുട്ടോ നൂൽപുട്ടോ ചോറോ ഒക്കെ ആവാം. പക്ഷേ ബിരിയാണിയോ മന്തിയോ പൊറാട്ടയോ ഒക്കെ ആഴ്ചയിൽ 1-2 മാത്രമായി ചുരുക്കുന്നതായിരിക്കും ഉത്തമം. ഇനി ഡയറ്റിലെ പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളം കുടിക്കുന്നത്. അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വെള്ളം കുടിക്കാൻ പ്രധാനമായും കണ്ടിട്ടുള്ള സമയം ഇശാ നിസ്കാരത്തിൻ്റെ ശേഷവും തറാവീഹുകളോടൊക്കെ ഇടയിലാണ്. ഇതോടുകൂടി ഡയറ്റ് പ്ലാൻ കംപ്ലീറ്റ് ആയി. ഇനി തറാവീഹിനൊക്കെ ശേഷം വല്ലാതെ വിശക്കുന്നവരാണെങ്കിൽ മാത്രം അല്പം കഞ്ഞിയോ അല്ലെങ്കിൽ അതിലും ലഘുവായ വല്ലതും കഴിക്കാവുന്നതാണ്. ഇത് ഓപ്ഷണലാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട സുന്നത്തും കഴിച്ചിരിക്കേണ്ട ഒന്നുമാണ് അത്തായം. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിലാവാം. അപ്പോൾ ഇത്തരം സുന്നത്തുകളിലൂടെയും ഭക്ഷണക്രമങ്ങളിലൂടെയും ആത്മീയപരമായും ആരോഗ്യകരമായും ഏറെ മുന്നേറാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ